ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. യോസഫിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലോട്ട് നാം വന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ നിന്ന് ചില വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രഭു, ശേഖേം തോൾ, ഹെബ്രോൻ കൂട്ടായ്മ, ബേത്ലഹേം അപ്പത്തിൻ്റെ വീട്, യാക്കോബ് ഉബായ്, അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, യോസഫിൻ്റെ പിതാവ് യാക്കോബ്. യാക്കോബിന് ഒരു മകളുണ്ട്, അതാരാ? ദീന. യോസഫിൻ്റെയും ബെന്യാമിൻ്റെയും അമ്മ റാഹേൽ. യോസഫിൻ്റെ മക്കളുടെ പേര് മനശ്ശെ, എഫ്രൈം. ഫറവോൻ യോസഫിനിട്ട പേരുണ്ടല്ലോ, സാപ്നത്ത് പനേഹ്. യോസഫിൻ്റെ ഭാര്യ ഓനിലെ പുരോഹിതൻ്റെ മകളായ ആസ്നത്ത്. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്കത് കാണാം. ഇസ്ഹാക്കിൻ്റെ ആയുഷ്കാലം 180. ഉൽപ്പത്തി പുസ്തകം 35-28 നമുക്കത് കാണാം. യാക്കോബ് 147. നമുക്ക് 47-ാം അധ്യായത്തിൽ അത് കാണാം. യോസഫിൻ്റെ ആയുഷ്കാലം 110. അത് ഉൽപ്പത്തി 50-ാം അധ്യായം 22-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും ഉണ്ട്. ഇനി നമുക്ക് യാക്കോബിൻ്റെ 12 ആൺമക്കളുണ്ടല്ലോ, അവരുടെ പേരും കൂടി ഒന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 29-30 അധ്യായങ്ങൾ നമുക്കത് കാണാവുന്നതാണ്. ഒന്നാമൻ രൂബൻ, ശിമയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസ്സാഖാർ, സെബൂലൂൻ, യോസഫ്, ബെന്യാമിൻ. 12 പേരാണ്. ദൈവം യോസഫിൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റി അല്ലേ? സോദരരെ സഹോദരരെ നാം ഒന്നല്ലോ, സോദരരെ ഏകപിതാവിൻ മക്കൾ നാം ഒന്നല്ലോ, സോദരരെ നന്മകൾ ചെയ്യാനായി ദൈവിക ദാനവും ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ഒന്നിക്കളയരുതേ, എന്നെ തള്ളിക്കളയരുതേ. കറ്റകളൊക്കെയും വീണതും എൻ്റെ മുമ്പിലെന്നുള്ളതും ഓർമ്മയുണ്ടോ? വാക്കുമാറാത്തവൻ താൻ അന്നാളിൽ കാര്യങ്ങൾ തീർത്തിടുമേ, വാക്കുമാറാത്തവൻ താൻ അന്നാളിൽ കാര്യങ്ങൾ തീർത്തിടുമേ, വാക്കുമാറാത്തവൻ താൻ അന്നാളിൽ കാര്യങ്ങൾ തീർത്തിടുമേ. സൂര്യനും ചന്ദ്രനും താരങ്ങളൊക്കെയും വന്നിച്ചു നിന്നതും ഓർമ്മയുണ്ടോ? സർവശക്തനെന്നും വിശ്വസ്തനായവനും വീണു വണങ്ങിടങ്ങ, സർവശക്തനെന്നും വിശ്വസ്തനായവനും വീണു വണങ്ങിടങ്ങ. നമ്മുടെ ഇന്നത്തെ വാക്യം സദൃശവാക്യങ്ങൾ 22-4. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. Proverbs 22:4. By humility and the fear of the Lord are riches and honor and life. Proverbs 22:4. യോസഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു, യോസഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവം എന്നും എന്നും നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവം എന്നും എന്നും നമ്മോട് കൂടെയുണ്ട്, എന്നും എന്നും നമ്മോട് കൂടെയുണ്ട്. യോസേഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. ദോഷമൊന്നും പറയില്ല, പ്രതികാരമൊന്നും ചെയ്യില്ല ദൈവത്തിൻ്റെ വിശുദ്ധരം തന്മക്കൾ. കഷ്ടം വന്നാലും നഷ്ടം വന്നാലും സകലരെയും അനുഗ്രഹിക്കും, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും സകലരെയും അനുഗ്രഹിക്കും. യോസേഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. സഹോദരർക്ക് 20 വെള്ളിക്കാശ് കിട്ടി, ഇസ്മായേലർക്ക് നല്ല ലാഭം കിട്ടി. പോത്തിഫാറിന്റെ വീടിനെ അനുഗ്രഹിച്ചു, കാരാഗൃഹ പ്രമാണിക്ക് ജോലിഭാരം ഒഴിഞ്ഞു. യോസേഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. പാനപാത്രവാഹന തിരികെ ഉദ്യോഗം കിട്ടി, ഫറവോന് നല്ല വാഗ്ദാനങ്ങൾ കിട്ടി. മിസ്രൈമ്യർക്ക് ലോകധനമെല്ലാം
കിട്ടി. എല്ലാവർക്കും എല്ലാം എല്ലാം നൽകും നാഥൻ. യോസേഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. യോസേഫ് ചെന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹത്താൽ നിറച്ചു. അപ്പൻ മരിച്ചുപോയി എന്ന് സഹോദരന്മാർ കണ്ടിട്ട് യോസഫ് നമ്മെ ദോഷിച്ച് പ്രതികാരം നമ്മോട് ചെയ്യുമെന്ന് പറഞ്ഞ് യോസഫിൻ്റെ അടുക്കൽ ആളയച്ചു. എന്നിട്ട് അതെ, അപ്പം മരിക്കും മുമ്പേ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, ഞങ്ങൾ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമേ എന്ന് യോസഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ യോസഫ് കരഞ്ഞു. സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. യോസഫ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് അവർ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. എന്ത് നല്ല യോസഫാണല്ലേ! നമ്മുടെ യോസഫ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദേശത്തെയും കുഞ്ഞുകുട്ടികളെയും മൃഗങ്ങളെയും രാജ്യത്തെയും ഒക്കെയും സ്നേഹിച്ച നല്ലൊരു വലിയ ഭരണാധികാരി. ഇന്ന് ഇങ്ങനെയുള്ള ഭരണാധികാരികളെ നമുക്ക് ലഭിക്കേണ്ടതിന്, അതേ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയെ, ദേശത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മുടെ യോസഫിന് 110 വയസ്സായിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും അദ്ദേഹം കണ്ടു. മനശ്ശെയുടെ മകനായ മാഹിരിൻ്റെ മക്കളും യോസഫിൻ്റെ മടിയിൽ വളർന്നു. യോസഫിൻ്റെ നിര്യാണകാലം അടുത്തപ്പോൾ യോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഒരു നാൾ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അസ്ഥികളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ മക്കളോട് അവർ സത്യം ചെയ്തു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗ്ഗം ഇട്ടു. അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. പിന്നീട് ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം സന്ദർശിച്ചു. അവർ യോസഫിൻ്റെ ആ പേടകം കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഖനാനിൽ കൊണ്ടുപോയി അടക്കി. ആ കാര്യങ്ങൾ മിസ്രയീമിലെ മോശ മുഖാന്തരം വിടിയിക്കുന്നതും മരുഭൂമിയുടെ യാത്രകളും യോസഫിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും അവർ കുഞ്ഞുകുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും പുറപ്പെടുന്നതൊക്കെയും നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കതൊന്നുകൂടി ഓർക്കാം. പുറപ്പാടിൻ ഘോഷം കേട്ടിടുന്നു, കാഹളങ്ങൾ മുഴങ്ങിടുന്നു, ദൈവത്തിൻ ജനം ഒരുങ്ങിടുന്നു, ഒന്നായി പുറപ്പെടുന്നു. ഹല്ലേലൂയ! പുറപ്പാടിൻ ഘോഷം കേട്ടിടുന്നു, കാഹളങ്ങൾ മുഴങ്ങിടുന്നു, ദൈവത്തിൻ ജനം ഒരുങ്ങിടുന്നു, ഒന്നായി പുറപ്പെടുന്നു. ശവക്കുഴിയ ദ്രോഹത്തിനെല്ലാം മറുപടിയ, ഈജിപ്തിലെല്ലാം ശവക്കുഴിയ. പുറപ്പാടിൻ ഘോഷം കേട്ടിടുന്നു, കാഹളങ്ങൾ മുഴങ്ങിടുന്നു, ദൈവത്തിൻ ജനം ഒരുങ്ങിടുന്നു, ഒന്നായി പുറപ്പെടുന്നു. സമ്പത്തൊക്കെയും ചുമന്നുകൊണ്ട് കുഞ്ഞുകുട്ടികളെയും ജനത്തെയും നടത്തിക്കൊണ്ട് മൃഗസമ്പത്തൊക്കെയും തെളിച്ചുകൊണ്ട് യോസേഫിൻ പേടകം വഹിച്ചുകൊണ്ട് മൃഗസമ്പത്തൊക്കെയും തെളിച്ചുകൊണ്ട് യോസേഫിൻ പേടകം വഹിച്ചുകൊണ്ട്. God bless you.